ഞാനൊരു കാബേജ് തോരൻ ഉണ്ടാക്കാൻ പോവാണ്. ക്യാബേജ് അരിഞ്ഞ്, സവോള അരിഞ്ഞ് എല്ലാം. അപ്പോൾ നമുക്കൊരു കാബേജ് തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ വ്ളോഗൊക്കെ കാണാറുണ്ടോ? യൂട്യൂബ് ഷോർട്സൊക്കെ കാണാറുണ്ടോ? യൂട്യൂബിൽ ഞാൻ ഇടുന്നുണ്ട്, വലിയതായിട്ട് ആരും നോക്കുന്നില്ല. അപ്പം ഞാനൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാനുള്ള പ്രിപ്പയർ ചെയ്യട്ടെ. നമുക്ക് ഇത്തിരി കടുകിടാം. നമുക്കൊരു മുളകിടാം അല്ലേ? അപ്പം നമുക്കൊരു മുളകിടാം. പിന്നെ നമുക്ക് കെട്ടുക. കുറച്ച് കരിവേപ്പില, അത് കഴുകട്ടെ. കരിവേപ്പില. അപ്പം നമുക്ക് വേണമെങ്കിൽ ഞാൻ ചില തോരനൊക്കെ ഞാൻ ഇച്ചിരി അരിയൊക്കെ ഇടും. അരിയിടും, ഉഴുന്നിടും. ഇങ്ങനെ എനിക്ക് ഒരു ഇഷ്ടത്തിന് അങ്ങ് ഇടുന്നതാണ്. അപ്പം അരിയും കൂടെ ഇട്ടേക്കാം. തോരന് അരി കടിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ നമുക്ക് ഇച്ചിരി കരിവേപ്പില ഇടാം. ഇനി നമുക്ക് ക്യാബേജ് തോരൻ വെക്കാൻ അറിയാൻ വയ്യാത്തതല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശദീകരിക്കുമല്ല. ഞാൻ ഇച്ചിരി ഉപ്പ് വരട്ടിയൊന്ന് അതിനായിട്ട് ഇനി ഞാൻ മെനക്കെടം വേണം. ഇത്രയും മതി. ഉപ്പൊക്കെ ആവശ്യത്തിന് ഏത് കണക്കല്ലേ. അപ്പോൾ അതൊന്നും ഇതായപ്പോൾ കടുകട്ട വേണ്ടിയില്ലേ. ഇനി നമുക്ക് ഇതിനകത്തോട്ടിടാം. അപ്പം നമുക്കിത് ഇളക്കാം. ഇതൊന്ന് നോക്കിയിട്ട് നമുക്ക് തേങ്ങ ചതച്ചിടാം. അപ്പം ഇതന്നെ അങ്ങ് അടച്ചിട്ടാം. അപ്പം ഞാൻ തേങ്ങ ചതച്ച്, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഒരു പച്ചമുളക് അത്ര അരച്ചിട്ടു. അപ്പോൾ നമുക്ക് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിടാം. അപ്പോൾ നമുക്കിത് നോക്കട്ടെ. ഒന്ന് ഇതായപ്പോൾ നമുക്കിനി തേങ്ങ ഇടാം. ഉപ്പൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കാം. നമ്മൾ സിമ്മിൽ വെച്ചങ്ങ് വേവിച്ചാൽ മതി. അല്ലയോ, ഇതിനകത്ത് തന്നെ ആവിയിൽ ഇതാകുന്നുണ്ട് വെള്ളം. ഞാൻ എൻ്റെ ഒരു ഇതിനെ ഞാനൊരു ഉപ്പ് നോക്കട്ടെ. ഒരു സ്വല്പം കൂടെ ഇടാം. ഇനി അത് കിടന്ന് വേവട്ടെ. നമ്മുടെ ക്യാബേജ് തോരൻ നോക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇപ്പം കറക്റ്റിന് തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഇട്ടൂടെ ഉപ്പ് കറക്റ്റാണ്. ഒന്ന് ഒച്ചൂടെ ഒന്ന് ആവിയിൽ
വേകുമ്പോൾ ഒന്നുകൂടെ റെഡിയാകും. അപ്പോൾ എൻ്റെ ക്യാബേജ് തോരൻ റെഡിയായി. നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി, അടുക്കി പിടിച്ചു. അപ്പോൾ ഇത് റെഡിയായി. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇട്ടിട്ടുണ്ട് ഞാനിതിന് മുമ്പ്. വെറുതെ ഒരു വ്ളോഗ് കളയണ്ട. ഓരോ റെസിപ്പി ഇടുമ്പോഴും നമ്മൾ കൂട്ടാൻ വെക്കുന്നതല്ലേ, മെനക്കെട്ട് വെക്കുമ്പോൾ നമ്മൾ വെറുതെ ഓരോ വ്ളോഗ് കളയണ്ട. അപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, ബൈ.